ഒരിടത്ത് ഒരു രാജാവിന് സന്തോഷത്തോടെ ജീവിച്ചിരുന്ന ഒരു ക്ഷുരകൻ ഉണ്ടായിരുന്നു. അയാൾക്ക് ദിവസേന 1 നാണയം വീതമായിരുന്നു കൂലി കിട്ടിയിരുന്നത്. പക്ഷെ ആ പണം കൊണ്ട് തന്നെ അയാൾ നല്ല ഭക്ഷണം കഴിച്ചു, സുഹൃത്തുക്കളോടൊപ്പം സന്തോഷത്തോടെ സമയം ചെലവിട്ടു, രാത്രിയിൽ സമാധാനമായി ഉറങ്ങി. ദിവസേന കയ്യിൽ പണമൊന്നും അവശേഷിക്കാറില്ല. എന്നാലും വലിയ ഉത്സാഹത്തോടെ അടുത്ത ദിവസം വീണ്ടും ജോലി തുടങ്ങി. ക്ഷുരകന്റെ ഈ സന്തോഷം കണ്ട രാജാവിന് അത്ഭുതമായി. കാരണം അദ്ദേഹത്തിന് അധികാരവും സമ്പത്തും ഒക്കെ ഉണ്ടായിരുന്നിട്ടും മനസ്സിൽ നിറയെ ആശങ്കകളായി. ഒരു ദിവസം രാജാവ് ചോദിച്ചു, നീ എങ്ങനെയാണ് ഇത്ര സന്തോഷത്തിൽ ജീവിക്കുന്നത്? ക്ഷുരകൻ മറുപടി പറഞ്ഞു, എനിക്ക് ഒന്നുമില്ല, എന്നാലും ഞാൻ സന്തോഷവാനാണ്. എല്ലാമുള്ള അങ്ങ് എന്തിനു വിഷമിക്കുന്നു? ഇത് കേട്ട രാജാവ് തന്റെ മന്ത്രിയോട് കാര്യം പങ്കുവച്ചു. മന്ത്രിക്ക് ആ രഹസ്യം മനസ്സിലായി. അയാൾ അന്ന് രാത്രി തന്നെ ക്ഷുരകന്റെ വീട്ടിൽ 99 നാണയങ്ങളടങ്ങിയ ഒരു ചാക്ക് വെക്കാൻ നിർദ്ദേശം നൽകി. അടുത്ത ദിവസം ക്ഷുരകൻ ആ പണം കണ്ടു. അയാൾ അത് എണ്ണി നോക്കിയപ്പോൾ 99 എന്ന് മനസ്സിലാക്കി. 1 നാണയം കൂടെ കിട്ടിയിരുന്നെങ്കിൽ 100 ആക്കാമായിരുന്നു, അയാൾ ചിന്തിച്ചു. അന്നു മുതൽ അയാൾ ചെലവ് ചുരുക്കി. വിശന്നിരുന്നാലും 1 നാണയം കൂടി സമ്പാദിക്കണം എന്ന് ചിന്തിച്ചു. ഒടുവിൽ 100 നാണയങ്ങളായി. അപ്പോൾ അയാൾ വീണ്ടും ചിന്തിച്ചു, ഇത് 200 ആക്കണം, പിന്നീട് 500, അതിനുശേഷം 1000 സമ്പാദിക്കണം. അവിടെ നിന്നാണ് അയാൾക്ക് പ്രശ്നങ്ങൾ തുടങ്ങിയത്. മുൻപ് അയാൾ ഇന്നിൽ ജീവിച്ചിരുന്നു. ഇപ്പോൾ അയാൾക്ക് നാളെയെക്കുറിച്ചുള്ള ആശങ്കകളാണ്. മുൻപ് സമാധാനത്തോടെ ഉറങ്ങിയിരുന്നു, എന്നാൽ ഇപ്പോൾ ഉറക്കമില്ല. മുൻപ് ഏറെ സന്തോഷവാനായിരുന്നു, എന്നാൽ ഇപ്പോൾ ഏതു നേരവും വിഷണ്ണനായി കാണപ്പെട്ടു. ഇത് കണ്ട രാജാവ് ചോദിച്ചു, ഇപ്പോൾ നീ എന്തിനാണ് ഇത്ര വിഷമിക്കുന്നത്? അയാൾ മറുപടി പറഞ്ഞു, ഒരു ദിവസം രാത്രിയിൽ എനിക്ക് 99 നാണയങ്ങൾ ലഭിച്ചു. അതോടെ എന്റെ ഉറക്കവും സന്തോഷവും എല്ലാം നഷ്ടമായി. അപ്പോൾ രാജാവിന് മനസ്സിലായി, ജീവിതത്തിലെ പല ആശങ്കകളുടെയും കാരണം 99ന്റെ ചക്രം തന്നെയാണ്. നമുക്കുള്ളതിൽ സന്തോഷിക്കാതെ ഇല്ലാത്തതിനായി ഓടിത്തുടങ്ങുമ്പോൾ സമാധാനം നഷ്ടമാകുന്നു. സന്തോഷം സമ്പത്തിലല്ല, സംതൃപ്തിയിലാണ്.